പിന്നെന്താ തന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? ആര് പറഞ്ഞു സന്തോഷമില്ലാന്ന്? എനിക്ക് ഭയങ്കര സന്തോഷായി. കൊള്ളാം. പക്ഷെ ഇപ്പോഴേ ഇത് വാങ്ങിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? എടോ, ഇതൊക്കെ നേരത്തെ വാങ്ങി വെക്കുന്ന നല്ലത്. നമ്മൾ പിന്നെ സമയത്ത് കിടന്ന് ഓടണ്ടല്ലോ. ഞാന് ഇതുകൊണ്ട് വെച്ചിട്ട് വരാം. ഇത്രയും സന്തോഷത്തിൽ നിൽക്കുന്ന ഒരാളോട് ഞാൻ എന്ത് പറയണം? ഞാൻ പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞിന് കിടക്കാൻ തൊട്ടില് വരെ വാങ്ങി വന്ന ഏട്ടനോട് എനിക്കിതെങ്ങനെ പറയാൻ പറ്റും? ഭഗവാനെ, എനിക്കൊരു വഴി കാണിച്ചു തരണേ. എന്റെ ധർമ്മസങ്കടം ഞാൻ എങ്ങനെ ഏട്ടനോട് പറയും? വേണ്ട, തൽക്കാലം ഇപ്പോ അത് പറയാതിരിക്കുന്നതാ നല്ലത്. കുറച്ചുകൂടി കാത്തിരിക്കാം. എന്നിട്ടൊരവസരം കിട്ടുമ്പോ പറയാം. അല്ലെങ്കിൽ ഏട്ടൻ തകർന്നു പോവും. എടോ, താൻ എന്താ ആലോചിക്കുന്നേ? അത് പിന്നെ ഒന്നുമില്ല. തനിക്കെന്താ ഒരു ടെൻഷൻ പോലെ? ഹേയ്, എന്ത് ടെൻഷൻ? ഒരു ടെൻഷനും ഇല്ല. ഏട്ടൻ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് ഉറക്കം വരുന്നു. ഭഗവാനെ, ഏട്ടനോട് ഇത് പറയാൻ ഒരവസരം നീ എനിക്ക് ഉണ്ടാക്കി തരണേ. ഏട്ടന്റെ മനസ്സിൽ കുഞ്ഞെന്നൊരു ഭ്രാന്ത് നിറഞ്ഞു നിൽക്കുക. ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ആഗ്രഹം തന്നെയാ ഭ്രാന്ത്. ഒറ്റയടിക്കതില്ല എന്ന് പറഞ്ഞ പിന്നെ സംഭവിക്കുന്നത് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ഈശ്വര, ഇനി നീ തന്നെ പറയ. ഞാൻ എങ്ങനെ എന്റെ ഏട്ടനോട് ഇത് പറയും? പ്രതികരിക്കുന്നത് ചിലപ്പോ ആ സ്വപ്നത്തിൽ കണ്ടതുപോലെ ആണെങ്കിലോ? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല നന്ദിനി. എനിക്കും കിടന്നിട്ട് ഉറക്കം വന്നില്ല. ഏട്ടത്തി ഏട്ടനോട് കാര്യം പറഞ്ഞോ ഇല്ലയോ എന്നുള്ള പേടിയായിരുന്നു. ഈ കാര്യം അറിയുമ്പോ ഏട്ടന്റെ പ്രതികരണം എന്തായിരിക്കുമെന്നാ ഞാൻ ചിന്തിച്ചത് മുഴുവൻ. നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്യും ഏട്ടത്തി? ഏട്ടനോടും അച്ഛനോടും നമുക്കിത് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നന്ദിനി. എന്താ പറഞ്ഞേ? അച്ഛനോടും നീലിനോടും പറയാൻ പാടില്ല. അപ്പൊ ഇതിലെന്തോ രഹസ്യം ഉണ്ടല്ലോ. നമ്മളിത് നേരത്തെ പറയണമായിരുന്നു അല്ലേ ഏട്ടത്തി? എല്ലാം എന്റെ തെറ്റാ. ഇനിയിപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ ശരിക്കും കുടുങ്ങിപ്പോയത് നമ്മളാ നന്ദിനി. കേൾക്കാനും വയ്യല്ലോ. ഏട്ടത്തി സമാധാനായിട്ടിരിക്കുക. നമുക്ക് നല്ലൊരവസരം കിട്ടും. അതുവരെ കാത്തിരുന്നേ പറ്റൂ. അല്ലാതെ വേറെ മാർഗമല്ലേ ഏട്ടത്തി? ഓരോ ദിവസവും വലിയ അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എത്രയും വേഗം സത്യം ഏട്ടനെ അറിയിച്ചേ പറ്റൂ. ഇതിലെന്തോ കള്ളത്തിലുണ്ട് ഉറപ്പ്. നന്ദിനി, ഒരു ഞാണിന്മേൽ കളിയാ നമ്മളിപ്പോ കളിക്കുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ താഴെ വീണ് ചിതറിപ്പോവും എല്ലാം. ഏട്ടത്തി ധൈര്യമായിട്ടിരിക്കുക. ഈശ്വരൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ഇതാരോടെങ്കിലും ഒന്ന് പറയാതെ വയ്യല്ലോ ഈശ്വര. ഗൗരിയോട് പറയാം. അച്ഛനോടും പറയാൻ പറ്റില്ല, മോനോടും പറയാൻ പറ്റില്ല. അപ്പതെന്തായിരിക്കും ആ പ്രശ്നം? ഇനി കൊച്ചു നീലിന്റേതല്ലേ? അങ്ങനെ വരാൻ വഴിയില്ല. അങ്ങനെയൊന്നല്ല. അങ്ങനെ ചിന്തിക്കുന്ന എന്നെ മോശം. പിന്നെന്തായിരിക്കും? കാര്യങ്ങളുടെയൊക്കെ ഒരു കിടപ്പ് വശം വെച്ച് നോക്കുമ്പം അയ്യോ, ഇതെന്തു പറ്റി? ഭാനുമതി അമ്മയ്ക്ക് വട്ടായ. പേടിച്ചോയിലൂടി. അല്ല, അമ്മ എന്താ ഒറ്റയ്ക്ക് വർത്താനം പറയുന്ന? ഇങ്ങനെയാണെങ്കിൽ ഒറ്റയ്ക്ക് കാര്യം പറയുകയും ചെയ്യും. എനിക്ക് നിനക്ക് ഒക്കെ വട്ടാവും. എടി മോളെ, നമ്മൾ അറിയാതെ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അവിടെ ഇവിടെയും ചില അടക്കം പറച്ചിലുകളും ഗൂഢാലോചനകളും ഒക്കെ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയണം. ആരുടെ കാര്യം അമ്മ പറയുന്നേ? നന്ദിനി, സ്വാതി.
ഞാൻ താഴേക്ക് ചെന്നപ്പോഴേ ദേ അവളുമാരെ രണ്ടുപേരും കൂടെ കുശൂഷാന്ന് എന്തൊക്കെയോ രഹസ്യം പറഞ്ഞോണ്ടിരിക്കുക. അച്ഛനോടും പറയാൻ പറ്റില്ല, മോനോടും പറയാൻ പറ്റില്ല എന്നൊക്കെ. എന്താടി മോളെ എന്റെ അർത്ഥം? സംഗതി അത്രയ്ക്ക് ഗൗരവമുള്ളതാണെന്നല്ലേ നിനക്കെന്തെങ്കിലും തോന്നുന്നുണ്ടോ? അവൾ അമ്പലത്തിലേക്കാണ് പള്ളിയിലേക്കാണെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് പോകുന്നുണ്ടോ? എവിടെ പോകുന്നു, ആരെ കാണുന്നു എന്നൊക്കെ ആർക്കറിയാം. ആ ഇനി അമ്മ പറഞ്ഞ പോലെ എന്തെങ്കിലും ആണെങ്കിലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്തായാലും സ്വാതിയുടെ ഈ ഗർഭത്തിന് പിന്നിൽ എന്തോ ഒരു രഹസ്യം ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുന്നുണ്ട്, അതുറപ്പാ. നമ്മളിനി അതൊന്നും ആലോചിച്ച് സമയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. പക്ഷെ സ്വാതിയുടെ വയറ്റിലുള്ള കുഞ്ഞ്, അതിനെ സൂക്ഷിക്കണം. അത് നമുക്ക് മുന്നിൽ ഒരു ഭീഷണിയായിട്ട് തന്നെ നിൽക്കുക. ഒരു തവണ അത് തെളിയിക്കാൻ നോക്കിട്ട് അവസാനം നമുക്ക് ചീത്തവിളി കിട്ടിയത് മാത്രം മിച്ചം. അതിന്റെ നാണക്കേട് ഇതുവരെ മാറിയിട്ടില്ല. എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, അവളുടെ വയറ്റിൽ ഗർഭമുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കിയേ പറ്റൂ. അതിനി ഒട്ടും താമസം പാടില്ല. ആ സംഗതി നീ പറഞ്ഞ പോലെ അപകടവാ. അവള് പ്രസവിക്കുന്ന കുഞ്ഞ് എല്ലാവരുടെയും ഓമനായിട്ട് ഈ വീട്ടിൽ വളരുകയും ചെയ്യും. എല്ലാവരും ആ കുഞ്ഞിനെ ലാളിക്കുകയും കൊഞ്ചിക്കുകയും ചെയ്യും. ഈ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞിന് കിട്ടുന്ന ആ സ്നേഹവും ലാളനയും ഒന്നും പിന്നീട് ഒരിക്കലും ഈ വീട്ടിലെ ഒരു കുഞ്ഞിനും കിട്ടാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് നിനക്കൊരു കുഞ്ഞ് ജനിച്ച ആ കുഞ്ഞ് എന്തായാലും ഈ വീട്ടിൽ രണ്ടാമതായി പോവും. ഓ, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ അമ്മയൊന്നും നിർത്തുന്നുണ്ടോ? പത്തി വിടർത്തി നിൽക്കുന്ന ഒരു വിഷപ്പാമ്പിനെ പോലെയാ ആ ഗർഭം ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നത്. നാളെ അത് പ്രളയം പോലെ വന്ന് എന്നെ വിഷത്തി മുക്കി കൊല്ലുന്നതിന് മുമ്പ് എനിക്കതിന്റെ അവസാനം കണ്ടേ തീരൂ. പുതിയ എന്തെങ്കിലും ഒരു ഐഡിയ ആലോചിച്ചേ പറ്റൂ. മോളെ, രാജീവ് ഒരു ഐഡിയ പറഞ്ഞു തന്നില്ലേ, അത് നമുക്ക് നോക്കിയാലോ? എന്ത് ഐഡിയ? പൈനാപ്പിളും നല്ല കറിയുള്ള പപ്പായയും കൂടി ജ്യൂസ് അടിച്ചു കൊടുത്താൽ ഏത് ഗർഭവും ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ തനിയെ പോവും. എന്താ, അതൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? അമ്മയ്ക്ക് ഇതില് വിശ്വാസമുണ്ടോ? ആ ജ്യൂസൊക്കെ കുടിച്ചാ ഗർഭം പോവോ? പിന്നെ ഈ സാധാരണ ഗർഭകാലത്ത് പ്രത്യേകിച്ച് ആദ്യത്തെ 3 മാസം പൈനാപ്പിളും പപ്പായ എന്നും ആരും കൊടുക്കാത്തതിന് കാരണം ഇതല്ലേ? ആണോ? ആ അതേന്ന്. ഇത് കൊടുത്ത ഏത് ഗർഭവും കലങ്ങും. എന്നാ പിന്നെ ഇനി ഒന്നും ആലോചിക്കാനില്ല. എത്രയും പെട്ടെന്ന് അവളെ കൊണ്ട് ആ ജ്യൂസ് കുടിപ്പിക്കണം. ഈ വീട്ടില് എന്റെ കുഞ്ഞു മാത്രം വളർന്നാ മതി. എല്ലാവരുടെയും ലാളനയും സ്നേഹമൊക്കെ എന്റെ കുഞ്ഞിനും മാത്രം അവകാശപ്പെട്ടതാ. അത് മറ്റൊരു കുഞ്ഞിനും പങ്കുവെച്ച് പോകാൻ ഞാൻ അനുവദിക്കില്ല. നല്ല കറയുള്ള പപ്പായും നല്ല പൈനാപ്പിളും. ആ ജ്യൂസിൽ തീരും അവളുടെ ഗർഭം. എടി സ്വാതി, നീ ഇവിടെ ഈ മുറിക്കകത്ത് കയറിയിരുന്ന് ഞങ്ങളൊക്കെ പറ്റിക്കാന്ന് വിചാരിച്ചോ? ഇല്ലടി, ഞങ്ങളതിന് സമ്മതിക്കില്ല. നീ വലിയ ഗർഭിണിയല്ലേ? കടുക് താളിച്ച് നിന്റെ ഗർഭം പരിശോധിക്കുന്നതിൽ നിന്ന് നീ വിദഗ്ധമായി രക്ഷപ്പെട്ടു. നീ ശരിക്കും ഗർഭിണിയാണെങ്കിൽ ഇത് കുടിക്കുന്നതോടെ അതിന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. മോളെ സ്വാതി, മോളിവിടെ എന്തെടുക്ക? അമ്മായി കണ്ടില്ലേ, ഞാൻ ഏട്ടന്റെ തുണിയൊക്കെ മടക്കി വെക്കുക. അയ്യോ, മോളുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ദാ ഈ ജ്യൂസ് കുടിക്ക്. ക്ഷീണമൊക്കെ പമ്പ കിടക്കും. അതിന് ഞാൻ അമ്മയോട് ജ്യൂസ് ചോദിച്ചില്ലല്ലോ. പിന്നെന്തിനാ അമ്മായി ഇപ്പൊ ജ്യൂസ് കൊണ്ടുവന്ന്? മോളെ സ്വാതി, കാര്യം ഞാനൊത്തിരി കുശുമ്പും കുന്നായ്മയൊക്കെ കാണിച്ചിട്ടുണ്ട്. നീ ഗർഭിണിയാണെന്ന് പറഞ്ഞത് വിശ്വസിക്കാതെ മോരിന് കടുക് തളിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ദേ ഇപ്പൊ എനിക്ക് മോളെ വിശ്വാസായി. ഞാൻ കാണിച്ചത് ദുഷ്ടത്തിലാണെന്ന് എനിക്ക് ബോധ്യമായി മോളെ, സത്യം. അതുകൊണ്ട് ഞാൻ നിന്നോട് ചെയ്തതിനൊക്കെയുള്ള ക്ഷമ പറച്ചിലും കൂടിയായത്. ദാ ഇത് മോളൊന്ന് കുടിച്ചേ.
ക്ഷീണത്തിന് വളരെ നല്ലതാ. ദേ, ദിവസം ഇതുപോലെ ഓരോ ഗ്ലാസ് ജ്യൂസ് കുടിച്ചാ ജനിക്കുന്ന കുഞ്ഞേ നല്ല സ്വർണം പോലെ ഇരിക്കും. ദൈവമേ, സ്നേഹിച്ചു കൊല്ലാനുള്ള പുറപ്പാടിലാണല്ലോ ഭാനുമതി അമ്മ. മോളെന്താ ആലോചിക്കുന്നേ? ഇതങ്ങ് കുടിച്ചേ. എനിക്കിപ്പോ വേണ്ട അമ്മായി, അവിടെ എങ്ങാനും വച്ചേക്ക്, ഞാൻ പിന്നെ കുടിച്ചോളാം. അത് പറഞ്ഞാലൊന്നും പറ്റില്ല. ദാ, ഈ ജ്യൂസേ അങ്ങനെ അധികം നേരം ഒന്നും വെക്കാൻ പറ്റില്ല. പിന്നെ അത് കുടിക്കുമ്പോ ഭയങ്കര കയ്പായിരിക്കും. അതുകൊണ്ട് മോളിതാ ഇപ്പൊ തന്നെ ഇതങ്ങ് കുടിച്ചേ. കുടിക്കും മോളെ. ഞാനേ ഈ തുണിയൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് കുടിച്ചോളാം. അമ്മായി അതവിടെ വെച്ചിട്ട് പോ. അതെന്താടി മോളെ? അമ്മ ഇതിനകത്ത് വല്ല വിഷവും ചേർത്തിട്ടുണ്ടോന്ന് നിനക്ക് സംശയമുണ്ടോ? ആ ഉണ്ടമ്മായി, എനിക്ക് ആ സംശയമുണ്ട്. അമ്മായി പറയുന്നതൊക്കെ ഞാനെങ്ങനെ വിശ്വസിക്കും? അങ്ങനെ പറയരുത് മോളെ. ഇന്നലെ വരെ എന്റെ ശത്രുവായിട്ട് നിന്ന ആള് ഇപ്പൊ ഈ ജ്യൂസും കൊണ്ട് വന്നാ അതെങ്ങനെ കണ്ണു അടച്ചു കുടിക്കാൻ പറ്റുമോ? ശവത്തി കുത്തല്ലേ മോളെ. ഞാനിതേ നല്ല മനസ്സോടെ തന്നെയാ കൊണ്ടുവന്നത്. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ അമ്മായി, എനിക്കങ്ങനെ ഒരു സംശയമില്ല. ആണോ? ആ. അപ്പൊ പിന്നെ മോളിതങ്ങ് കുടിക്ക്. ഞാൻ പറഞ്ഞില്ലേ, അമ്മായിക്ക് മോളോടുള്ള ഒരു ക്ഷമാപണം കൂടിയാ ഇത്. കുടിക്ക് മോളെ. മോളിത് വാങ്ങി കുടിച്ചാലേ അമ്മായിക്ക് സമാധാനാവൂ. കുടിക്കടാ. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ലേ, കുടിച്ചേക്കാം. കുടിക്കടി മോളെ. പണി പാലും വെള്ളത്തിൽ മാത്രമല്ല, ജ്യൂസിനകത്തും തരാൻ പറ്റും. ദാ, ഇതാണ് സാധനം. നല്ല കറയുള്ള നാടൻ പപ്പായ. വളരെ അപൂർവമായിട്ടേ കിട്ടൂ. ഇത് നമ്മൾ ജ്യൂസ് അടിച്ച് സ്വാദിക്ക് കൊടുത്താലേ ഇനി ഒന്നല്ല 3 കുട്ടികളുണ്ടെങ്കിലും അവളുടെ ഗർഭം ഷൂ ആണോ? അപ്പൊ ഇതോ? ഇത് അതിനേക്കാൾ ബെസ്റ്റ് അല്ലേ? നീ ഇതെല്ലാം കൂടി ഒന്ന് ജ്യൂസ് അടിച്ചേ പെട്ടെന്ന്. ഇതോടെ എടുക്ക്. വേഗം ആവട്ടെ. അവളിത് കുടിച്ചു കഴിയുമ്പോഴേ ഗർഭം കലങ്ങും. മതി, നിക്ക്. ഇതെല്ലാം കൂടി ഇട്ട് അടിച്ച് കലക്കി ഞാൻ അവക്ക് കൊടുക്കാം. നല്ല ഒന്നാം തരം ജ്യൂസ്. അതെ, വെറും ജ്യൂസ് അല്ല മോളെ, ഒന്നാം തരം ഗർഭം കലക്കി ജ്യൂസ്. ഇതുപോലെ കലങ്ങണം അവളുടെ ഗർഭവും. ഇനി ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോ അറിയാം ഈ ജ്യൂസിന്റെ ഗുണം. വയറുവേദന എടുത്ത് അലസിപ്പോവും ഇവളുടെ ഗർഭം. അമ്മായി എന്താ ആലോചിക്കുന്നത്? അല്ല, മോളിങ്ങനെ ജ്യൂസ് കുടിക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ചേലാന്ന് ഓർത്തു പോയതാ. അമ്മായിക്ക് ഇത്രയും സ്നേഹം എന്നോടുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്റെ സ്നേഹത്തിന്റെ ഗുണേ എന്റെ മോളിന് കാണാൻ പോകുന്നേ ഉള്ളൂ. ആ ഗ്ലാസ് എന്താ? എന്നാ പിന്നെ അമ്മായി ചെല്ല്, ഞാൻ ഇതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ. ജ്യൂസ് കുടിച്ചപ്പോഴേ ഉള്ളിലൊരു കട്ട മഞ്ഞ് വീണതുപോലെ സുഖം. ആണോ? ആ സുഖല്ലേ ഇനി കൂടി കൂടി വരാൻ പോകുന്നേ ഉള്ളൂ. എന്നാ പിന്നെ ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. മോള് ദാ ഇങ്ങോട്ട് ഇരിക്കേ. ശരി കേട്ടാ. അങ്ങനെ ജ്യൂസ് അവളുടെ അകത്തായി. ഇപ്പൊ കാണാം അതിന്റെ യഥാർത്ഥ ഗുണം. അമ്മ ഇതെന്താ ഇത്രയും താമസിക്കുന്ന? ഇനി ആ നാശം ജ്യൂസ് കുടിച്ചില്ലേ? അമ്മ ജ്യൂസും കൊണ്ട് ചെന്നപ്പോ തന്നെ അവക്ക് സംശയം തോന്നി കാണും. അവള് അമ്മ അങ്ങനങ്ങ് വിശ്വസിക്കത്തില്ല. എന്തടവെടുത്തിട്ടായാലും
ഭാനുമതി അമ്മയല്ലേ ആള്. അവളെ കൊണ്ട് ജ്യൂസ് കുടിപ്പിച്ചിട്ടേ വരൂ, അതുറപ്പാ. അമ്മ, അവള് ജ്യൂസ് കുടിച്ചോ? പിന്നല്ലാതെ. അതെ, ഈ ഭാനുമതിയെ മോൾക്കിനി ശരിക്കും മനസ്സിലായിട്ടില്ല. ഒരു ജോലി ഏറ്റാൽ ഈ ഭാനുമതി അത് ചെയ്തിരിക്കും. ആ ദാ, ഈ ഗ്ലാസ് കണ്ടില്ലേ? ഈ ഗ്ലാസ്സിലുള്ളത് മുഴുവൻ അവളെ കൊണ്ട് ഒറ്റയടിക്ക് കുടിപ്പിച്ചിട്ടാ ഈ ഭാനുമതി ഇങ്ങോട്ട് വന്നത്. അമ്മേ, അപ്പൊ ഇതിന്റെ റിസൾട്ട് ഉടനെ അറിയായിരിക്കും അല്ലേ? അതേടി മോളെ. യഥാർത്ഥത്തിൽ അവൾക്ക് ഗർഭം ഉണ്ടെങ്കിൽ ഉടനെ അമ്മേ എന്നൊരു നിലവിളി കേൾക്കാം. നിലവിളിയോ? ആ അതെ, അവളുടെ ഗർഭം കലങ്ങിയ നിലവിളി. ഓ, ഇനി വയറ് വേദനിച്ച് അവള് ഞെരിപിരി കൊള്ളും. മോളെ നോയിക്കോ. എനിക്കത് ആലോചിച്ചിട്ട് സന്തോഷം അടക്കാൻ വയ്യമ്മേ. അവളുടെ ഒരു ദിവ്യ ഗർഭം. അതെ, മോൾ ഇവിടെ നിൽക്ക്, ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. എന്തെങ്കിലും ഒരു നിലവിളി കേട്ടാൽ ഉടനെ അമ്മയെ വിളിക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. ഓ, അവളുടെ നിലവിളി കേൾക്കാൻ എനിക്ക് കൊതിയായിട്ട് വയ്യ. മോളെ, അമ്മയെ വിളിക്കണേ, മറക്കല്ലേ. വിളിക്കാം, അമ്മ പൊയ്ക്കോ. നിലവിളിച്ചുകൊണ്ട് വാതിൽ തുറന്നവള് പുറത്തേക്ക് വരുമ്പോ മുന്നിൽ എന്നെ തന്നെ കാണണം. ഞാൻ തന്നെ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. എന്തായാലും മുകളിൽ ചെന്ന് വാതിക്ക് നിന്ന് ശ്രദ്ധിക്കാം. ഡോർ അടഞ്ഞു കിടക്കുക. ഓ, മുറി അടച്ചിട്ടിരുന്നേ ജ്യൂസ് കുടിക്കത്തുള്ള. കൂടി കൂടി. അധികം താമസിയാതെ തന്നെ നീ കതക് പൊളിച്ച് പുറത്തു ചാടും. ഓ, അത് നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്ക് കാണിച്ചു തരണേ ഭഗവതി. അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. അമ്മ ജ്യൂസ് കൊണ്ടുകൊടുത്ത സമയം വെച്ച് ഇപ്പൊ നിലവിളിയും കരച്ചിലും കേൾക്കേണ്ടതാ. അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇനി എങ്ങാനും വേദന കടിച്ചമർത്തി അകത്തെങ്ങാനും ഇരിക്കുകയാണോ? തട്ടി വിളിച്ചു നോക്കാം. അല്ലെങ്കിൽ വേണ്ട, വേവോളം കാക്കാമെങ്കിൽ 6 ഓളം കാക്കാലോ. എനിക്ക് ധൃതിയൊന്നുമില്ലല്ലോ. ഇപ്പൊ നിലവിളി കേക്കും. ഓ എന്റെ ഭഗവതി, ഇപ്രാവശ്യം അവളുടെ കള്ളി പൊളിച്ച് കല്ലും നെല്ലും തിരിച്ച് തന്നേക്കണേ. ഈ പെണ്ണ് പോയിട്ട് എത്ര നേരമായി? സ്വാതി ജ്യൂസ് കുടിച്ചിട്ട് ഇതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇവള് ഗർഭിണിയാണെങ്കി ഇപ്പൊ അതറിയാം. അയ്യോ അമ്മേ, പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പേ വന്നു ദാ നിലവിളി. അതെ, പിന്നെ നിലവിളി. അവളിപ്പോ വയറുവേദന കൊണ്ട് പെടയായിരിക്കും. നല്ല പോലെ വിളിക്കട്ടെ. ഇവളുടെ ശബ്ദത്തിനെന്താ ഒരു മാറ്റം? ഗർഭാലസ്യ ശബ്ദം മാറുമോ? ജ്യൂസിന്റെ ഒക്കെ ഒരു പവർ. എന്താടി? എനിക്ക് വയറ് വേദനിച്ചിട്ട്
വയറുവേദനയോ നിനക്കോ? അയ്യോടി പെട്ടെന്ന് എന്ത് പറ്റി? അതൊന്നും എനിക്ക് അറിയില്ല. ഞാനിപ്പോ ചത്തു. എന്നെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടു. കരയല്ലേ? അയ്യോ എന്റെ കുഞ്ഞിന് എന്താ പറ്റിയേ? കരയല്ലേ മോളെ? എന്തു പറ്റി ഗൗരി? കുഴപ്പമൊന്നുമില്ലല്ലോടി. ഗൗരി അമ്മായി, ഗൗരിക്ക് എന്താ പറ്റിയേ? എനിക്കൊന്നും അറിയില്ല മോനെ കുഞ്ഞെ. ഇത്ര നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നതാ. എന്റെ ഈശ്വര എന്ത് പറ്റിയതോ? നമുക്ക് ആശുപത്രി പോവാം. ഞാനും കൂടി വരാം. വേണ്ട, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കെന്താ കുഴപ്പം? അല്ല എന്നാലും നീ ഗർഭിണിയല്ലേ? ആ എന്നാ ശരി, വേഗം പോ. ഞാൻ ടാക്സി വിളിച്ചു പറയാം. ഓ മോളെ കരയല്ലേ? അതൊക്കെ ആ രാജീവിനെ വിളിക്കാം, നീ വാ. കരയല്ലേ മോളെ? പതുക്കെ പതുക്കെ. എനിക്ക് പതുക്കെ. ഇവക്കിത് എന്തു പറ്റി? എന്റെ മുറിയുടെ വാതിൽക്കൽ ഇവളെങ്ങനെ വന്നു? വാ, വാ, പതുക്കെ. എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ.